Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിന്റെ ബോർഡ് ഷോർട്ട് ഉണ്ടെങ്കിൽ അതായത് PCB ബോർഡ് ഫോണിലെ PCB ബോർഡ് ഷോർട്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസുകൾ നമ്മുടെ ഫോണിൽ അത് കാണിക്കും എന്നുള്ളതാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിനോ അല്ലെങ്കിൽ നിങ്ങൾ സ്പെയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണിനോ ഉണ്ടെങ്കിൽ ഒരുപക്ഷേ ചിലപ്പോൾ അത് ഷോർട്ട് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോൺ ഷോർട്ടായിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് ഫുൾ ഷോർട്ടാണെങ്കിൽ ഫോണിൽ ഫുൾ ഷോർട്ടാണ് മൊത്തത്തിൽ ഷോർട്ടാണെങ്കിൽ ഏതെങ്കിലും കമ്പോണൻസ് ഫുൾ ഷോർട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ഫോണ് പൂർണ്ണമായിട്ടും ഡെഡ് ആയിരിക്കും, അതായത് ഫോൺ ഓണാകാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്രൈമറി ലൈനാണ് ഷോർട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോൺ ഓണാകത്തില്ല. ആ ഒരു ഷോർട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ ഫോൺ പിന്നീട് കണ്ടീഷൻ ആവുള്ളൂ, ഫോൺ ഓണായി വരികയുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഹാഫ് ഷോട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പോണൻസ് ചെറുതായിട്ട് മാത്രം ഷോർട്ടായിരിക്കും, ചെറിയൊരു ലീക്കേജ് മാത്രം ഇഷ്യൂസ് ആണെങ്കിൽ നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന മെയിനായിട്ടൊരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ഇഷ്യൂസാണ്. ചൂടാകും. നമ്മുടെ ഫോൺ ചുമ്മാ വച്ചിരുന്നാൽ പോലും അത് ഹീറ്റായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഫോണിൽ കൈവയ്ക്കുമ്പോൾ നല്ല ഹീറ്റിംഗ് അനുഭവപ്പെടാം. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഹാഫ് ഷോട്ട് സംഭവിച്ചിട്ടുണ്ടാകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാഫ് ഷോട്ട് സംഭവിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒട്ടും തന്നെ കിട്ടത്തില്ല. ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. ബാറ്ററി ബാക്കപ്പ് കിട്ടാത്ത ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഹാഫ് ഷോട്ട് ഉണ്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബഡ്ജാകും എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ഏത് ബാറ്ററി നമ്മൾ പുതിയൊരു ബാറ്ററി മാറിയാൽ പോലും ആ ബാറ്ററി നിലനിൽക്കത്തില്ല, അത് പെട്ടെന്ന് ബഡ്ജായി വീർത്തിരിക്കും എന്നുള്ളതാണ്. അതായത് ബാറ്ററി ഡാമേജ് ആകും, ബാറ്ററി വീർത്ത് പോകും എന്നുള്ളതാണ്. അതുകൂടി മനസ്സിലാക്കുക. ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറുന്ന ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോൺ ഷോർട്ട് ആയതുകൊണ്ടായിരിക്കണം. അത് ഷോപ്പിൽ പോയി ആ ഒരു ഷോർട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ പിന്നീട് നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി കിടക്കുകയുള്ളൂ. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേ സംബന്ധമായിട്ടുള്ള പല പ്രോബ്ലംസുകളും സംഭവിക്കും. അതായത് ഡിസ്പ്ലേ വൈറ്റ് ഡിസ്പ്ലേ ഉണ്ടാകാം, അതുപോലെ തന്നെ ഡിസ്പ്ലേക്ക് മങ്ങലുണ്ടാകാം, ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂടിയും കുറഞ്ഞൊക്കെ വരാം. അത്തരം ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ഒരു സെക്ഷനിൽ ഡിസ്പ്ലേ സെക്ഷനിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട്സ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ ഷോർട്ടായിരിക്കും. അതായത് നമ്മുടെ ഫോണിൽ ഒരുപാട് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ബോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ലൈറ്റ് സെക്ഷൻ ഉണ്ടാവും, നെറ്റ്വർക്ക് സെക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഓഡിയോ സെക്ഷൻ ഉണ്ടാവും. അങ്ങനെ പല പല സെക്ഷനുണ്ട്. ഈ ഒരു സെക്ഷനകത്തുള്ള ഏതെങ്കിലുമൊക്കെ കമ്പോണൻസ് ഷോർട്ടാണെങ്കിൽ കപ്പാസിറ്ററോ റെസിസ്റ്ററോ കോയിലോ അങ്ങനത്തെ ICയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിൽ അത് ഫുൾ ഷോർട്ടാവും, ഹാഫ് ഷോർട്ടാവും. അങ്ങനെ ഷോർട്ട് ഉണ്ടെങ്കിൽ ഫോൺ ഓൺ ആയിരിക്കും, പക്ഷേ ആ സെക്ഷൻ വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ഉദാഹരണമായി നെറ്റ്വർക്ക് സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഷോർട്ട് ഉണ്ടെങ്കിൽ, കമ്പോണൻസ് ഷോർട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കോയിലോ നെറ്റ്വർക്ക് സെക്ഷനിലെ കപ്പാസിറ്ററോ ICയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിൽ നെറ്റ്വർക്ക് കാണിക്കത്തില്ല, റേഞ്ച് കട്ടായി പോകും, അങ്ങനത്തെ ഇഷ്യൂസുകളുണ്ടാവും. ഓഡിയോ സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിൽ ഓഡിയോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്കാവില്ല, മൈക്ക് വർക്കാവില്ല, അതുപോലെ തന്നെ സ്പീക്കർ വർക്കാവത്തില്ല, അങ്ങനത്തെ ഇഷ്യൂസുകളുണ്ടാവും. ലൈറ്റ് സെക്ഷനിൽ എന്തെങ്കിലുമൊക്കെ കമ്പോണൻസ് ഷോർട്ടാണെങ്കിൽ ബാക്ക് ലൈറ്റ് ഇല്ലാതെ വരിക, ഗ്രാഫിക്സ് ഇല്ലാതെ വരിക, അങ്ങനത്തെ ഇഷ്യൂസുകൾ. അതായത് ഏതൊരു സെക്ഷൻ്റെയും ഏതെങ്കിലും കമ്പോണൻസ് ഷോർട്ടാണെങ്കിൽ ആ സെക്ഷൻ മാത്രം വർക്കാകാത്ത രീതിയിലും നമ്മുടെ ഫോണിൽ അത് പ്രോബ്ലംസ് കാണിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ്. നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവുക, വീണ്ടും ഓൺ ആവുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസുകൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഫോൺ ഷോർട്ട് ഉള്ളത് കൊണ്ടാകാം. സെക്കൻഡറി ലൈൻ ഷോർട്ട് മിക്കവാറുമൊക്കെ ഇതേപോലെ നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഫായി പോകുന്ന ഈ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. അത് മിക്കവാറുമൊക്കെ ചിലപ്പോൾ അത് ഷോർട്ടായിരിക്കാം. അടുത്തൊരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ പാർട്സ് വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂസാണ്. അതായത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലുമൊക്കെ പാർട്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കായിക്കൊണ്ടിരിക്കും. ക്യാമറ ആണെങ്കിൽ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുക, മൈക്ക് ഓൺ ആവുക, സ്പീക്കർ കിരിപിരി എന്ന് കേട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അങ്ങനെ ഏത് കാര്യം നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓണായി വരിക, അതായത് നമ്മുടെ സ്ലീപ്പിംഗ് മോഡിലായിരുന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുക, ഓഫ് ആവുക, അങ്ങനെയൊക്കെ ഇഷ്യൂസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ ഷോർട്ട് ഉണ്ടായത് കൊണ്ടാകാം. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇത് ഫുൾ ഷോട്ട് ആയിരുന്നാലും ശരി, ഹാഫ് ഷോട്ട് ആയിരുന്നാലും ശരി, അത് പ്രൈമറി ലൈൻ ഷോട്ട് ആയിരുന്നാലും ശരി, സെക്കൻഡറി ലൈൻ ഷോട്ട് ആയിരുന്നാലും ശരി, ഇത്തരം പ്രോബ്ലംസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഏത് ലൈൻസിൽ വരുന്ന പ്രോബ്ലംസും ഇത്തരം പ്രോബ്ലംസിൽ കാണിക്കാം. നിങ്ങൾ നല്ലൊരു ഷോപ്പിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ആ ഷോട്ട് റിമൂവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ഷോട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിനുള്ള ടെക്നിക്കൽ ഹാഫ് ഷോട്ട് ആണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും അത് റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ ടെക്നിക്കൽ കാര്യങ്ങൾ ഇപ്പോൾ ഷോപ്പുകളിലുണ്ട്. അപ്പോൾ ആ ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾക്ക് അത്തരം പ്രോബ്ലംസുകൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഇത്തരം ഞാൻ പറഞ്ഞ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് ഫോൺ വീണ്ടും പഴയ പോലെ കണ്ടീഷനിൽ തന്നെ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.